CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കുകയാണ് ഇഡി. CMRL ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയ്ക്കടക്കം ഇന്ന് ഹാജരാവാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ബുധനാഴ്ചയാണ് ഹാജരാകേണ്ടത്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. വീണ ടി അവധി അല്ലെങ്കിൽ അസൗകര്യം അറിയിച്ചിരുന്നു, അടുത്ത ദിവസം നൽകിയിട്ടുണ്ട്. ഇന്ന് ആരൊക്കെയാണ് ഹാജരാവുക? ഗുഡ് മോർണിംഗ്. വെള്ളിയാഴ്ച വീണ ടിയിലൂടെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കാമെന്ന നിലപാടിലായിരുന്നു ഇഡി. പക്ഷേ അവർ അനാരോഗ്യം കാണിച്ച് സാവകാശം തേടിയതോടുകൂടിയാണ് തിങ്കളാഴ്ച മുതൽ CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് അല്ലെങ്കിൽ CMRL അധികൃതരുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ആരംഭിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇഡി എത്തിയത്. ശരൺ എസ് കർത്ത അടക്കമുള്ള ആളുകളോടാണ് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 10 മണിയോടുകൂടി ഹാജരാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രധാനമായും ഏതെല്ലാം തരത്തിലുള്ള സേവനങ്ങളാണ് എക്സാലോജിക്കും അതോടൊപ്പം തന്നെ CMRL ലഭിച്ചിട്ടുള്ളതെന്ന് ചോദിക്കും. അതോടൊപ്പം തന്നെ ഈ പണത്തിന്റെ ഈ വായ്പ അടക്കം നൽകിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകളുടെ അടിസ്ഥാനത്തിൽ CMRLന്റെ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ചോദ്യം ചെയ്യൽ. 242 അക്കൗണ്ടുകളിൽ നിന്നായി 118 കോടി രൂപയോളം 118 കോടിയോളം രൂപ മരവിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സ്രോതസ്, അതിന്റെ പശ്ചാത്തലം, ആ വിവരങ്ങളൊക്കെ ശരൺ എസ് കർത്തയോട് ചോദിച്ചറിയേണ്ടതുണ്ട്. അതെല്ലാം ഇഡി ചോദിക്കും. ബുധനാഴ്ചയാണ് വീണ ടിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർ ഇതുവരെ ഒരു തരത്തിലുള്ള സാവകാശവും തേടിയിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ തവണ ഹാജരാവേണ്ട തൊട്ട് തലേ ദിവസമാണ് അവർ സാവകാശം തേടി മെയിൽ അയച്ചത്. ഇതുവരെ അത്തരത്തിലൊരു മെയിൽ ഇഡിക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 2 ആഴ്ച സാവകാശം തേടിയെങ്കിലും ബുധനാഴ്ച തന്നെ ഹാജരാകാൻ നിർദ്ദേശം നൽകുകയാണ്. അങ്ങനെ CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അതിന്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക്, ആദ്യഘട്ടം എന്ന് പറയുന്നത് റെയ്ഡും കേസെടുക്കലാണ്, 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗൂഗിൾ അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.